അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്ക് പകരമായിരിക്കും. ഒരിക്കലും വായിച്ചു. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്ക് പകരമായിരിക്കും. വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായി. അവിടെ മഹിമയുള്ള യഹോവ ആയി പ്രസംഗിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പറഞ്ഞ് രാവിലെ ഇവിടെ സംസാരിച്ച കാര്യമാണെന്ന് കൈമാറുന്നത്. അവിടെ മഹിമയുള്ള യഹോവ വീതിയുള്ള തോടുകൾക്കും നദിക്കും പകരമായി. അർത്ഥം ഇത്രയേ ഉള്ളൂ, യഹോവ ഒരു നദിയായി. ഇതിനകത്ത് ചലിക്കാൻ പോവുകയാണ്. നാളെ ഇന്ന് പകൽ യഹോവ മഹിമയുള്ള യഹോവ തോടായി നദിയായി ഒഴുകുമെന്ന്. അതാ നിങ്ങൾ കണ്ടത്. ഏതേലും തോട്ടത്തിൽ എന്താ ഒഴുകിയത്? ഒരു നദി ഒഴുകി 4 ശാഖയായി പിരിഞ്ഞു. നദിക്ക് അക്കരയും ഇക്കരയും ജീവവൃക്ഷ ഫലങ്ങൾ, തിന്മാണ്ടൊക്കെ ഫലങ്ങൾ കാണാൻ കഴിഞ്ഞു. വൃക്ഷങ്ങളെ കണ്ടു. അത് ദർശനങ്ങളും വെളിപ്പാടുകളുമാണ്. അത് പ്രാപിക്കാതെ ഇതിനകത്തുനിന്ന് ഒരു വ്യക്തി പോലും പുറത്തു പോകരുത്. മനസ്സിലായ സ്വാതന്ത്ര്യം. ഓരോ ശോധനകളും പരീക്ഷകളും പരിശോധനകളും ഏറുമ്പോ നിങ്ങളുടെ ആത്മതലം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടോ? മറക്കരുത്. ഹല്ലേലൂയ. അവിടെ പിന്നെയും ആവർത്തിച്ച് പറയട്ടെ, അവിടെ മഹിമയുള്ള യഹോവ വീതിയുള്ള തോടുകളായി നദിയായി വെളിപ്പെടാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം പരിധികളില്ലാതെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഒഴുകുന്ന. എന്താ ഇതിന്റെ പ്രത്യേകത? യോഹന്നാൻ 7:37, 38, 39 അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. എന്നിൽ വിശ്വസിക്കുന്ന ഒഴുകുന്ന. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. ജീവജല നദികൾ ഒഴുകും. ഏതേലും തോട്ടത്തിൽ പറയുകയാണ്, ഒരു നദിയുണ്ട്. അത് വിശുദ്ധ സന്ദർശിക്കുന്നു. സംഗീതകാരൻ പറയുകയാണ്, ഏതേലും തോട്ടത്തിൽ ഒഴുകിയ നദി 4 ശാഖയായി പിരിഞ്ഞു. 4 പേരുകളുണ്ട്. ലോകരാജ്യം മുഴുവനും നനയ്ക്കുന്ന, അകത്തെ അതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി അളവറ്റ വലിപ്പം എന്താണ്? നദിയായി തോടായി ഒഴുകുവാൻ പോകുകയാണ്. ദൈവമേഖല ഞാൻ ചോദിക്കട്ടെ, ഈ ആത്മനദിക്കകത്തിറങ്ങി കുളിക്കുവാൻ, കുടിക്കുവാൻ, ഒഴുകുവാൻ, ശുശ്രൂഷിപ്പാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദാനിയേൽ 7:9, ദാനിയേൽ 7:9-10. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളിൽ വച്ചു വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടിരമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. മുകളിൽ ഒരു ആത്മനദി ഒഴുകിയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉണർവായി ഒഴുകിയെങ്കിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചവർ പറഞ്ഞു, എടോ ചില തോന്നലുകളുണ്ട്, ചില ഉണർവുണ്ട്. ആ തോന്നിയവരെല്ലാം ചെയ്തെന്നറിയാമോ? കഴിഞ്ഞിരിക്കുന്നത് കാത്തിരിക്കണമെല്ലാം പറിച്ചുകൊണ്ട് ദൈവസഭ വെച്ചിട്ട് പറഞ്ഞു, പൊന്നാവരണങ്ങൾ വെള്ളിയാഴ്ച കേൾക്കാൻ പറ്റില്ല. ആരും മനസ്സിലാകത്തില്ല. കൊണ്ട് ദേവാലയത്തിൽ ധാന്യമായി കൊടുത്തു. ഞാൻ പറഞ്ഞു, സ്തോത്രം. ഇസ്രായേൽ വിട്ടു പോകുന്നപ്പോ ഇതെല്ലാം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞത് അവർക്ക് ധരിക്കാൻ വേണ്ടിയല്ല, അവിടെ മക്കൾക്ക് ധരിപ്പിക്കണം. മക്കൾ പ്രായമായി വചനത്തിൽ വരുമ്പോ ഇതുവരെയൊക്കെ മാറ്റിക്കൊള്ളും. കാരണം ഇത് ഒരിക്കൽ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയതല്ല. എന്നെ എന്നറിയാമോ? നമ്മൾ ഈ നാളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് എല്ലാ രത്നങ്ങളും. ഇന്ന് പക്ഷെ നമ്മൾ വാരി കുത്തിയിരിക്കുകയാണ്. ഇവിടെ കുത്തരവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൽ. വചനം അങ്ങനെയാണ്.
വചന പ്രസംഗം അതിനെ ഉള്ളതുപോലെ പ്രസംഗിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തറിയാം, അവരെല്ലാം കൊണ്ടുപോയി ദേവാലയം പണിക്കുക, എല്ലാം കൊണ്ട് കൊടുക്കുന്ന കാര്യം കാണാൻ കഴിയും. ചിലരൊക്കെ ഇപ്പൊ വല്ലാണ്ടായിരിക്കുകയാണ്. ഇതാണ് പറഞ്ഞത്, ഞാൻ ഓരോ സമയവും തമ്പുരാൻ തരുന്ന പ്രസംഗിക്കുമ്പോ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അനുവദിച്ചാൽ അടുത്ത സമയം ഞാൻ സത്യത്തിലേക്ക് പോകാം. അതുകൊണ്ട് അതിൽ ഗുരുഗുരുണ്ട് എന്നും പൊന്നുണ്ടെന്നും എഴുതിയ അങ്ങനെ ആ വിഷയം കയറിപ്പോയി. പോട്ടെ, നീ എന്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വവും, എല്ലാറ്റിലും നിൻ ജീവന്റെ തന്നതിനാ, നീ എന്റെ സർവ്വവും, എല്ലാറ്റിലും കേളിലും മധുരമാ, കേളിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കൃപാകരേ, യേശു ക്രിസ്തു മാധുര്യമാ, രുചിച്ചു നോക്കി ഞാൻ കൃപാകരേ, യേശു ക്രിസ്തു മാധുര്യമാ. യഹോവ നല്ലവെന്ന് തിരിച്ചറിയുകയും അവന് ശരണം പ്രാപിക്കുന്ന വിഷയം വാങ്ങിക്കുക. കർത്താവ് നല്ലവനാണ്, കർത്താവ് ചില കാര്യം ചെയ്യും. ഹല്ലേലൂയ. വായിച്ചോ, വായിച്ചോ. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു, ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി 1000 പേർ അവന് അവന് ശുശ്രൂഷ ചെയ്തു. പുതിയ നിയമത്തിലെ ഉണർവിന്റെ രഹസ്യമുണ്ട്. 1000 അംബാസഡർമാർ എന്തുകൊണ്ട് യഹൂദ പാളയത്തിൽ വെച്ച് മനസ്സിലാക്കണം ദൈവവചനങ്ങളെ. ഇതുപോലെ 10,000 വെച്ചാൽ തീരത്തില്ല. ബൈബിളിലെ 40,300 ചില്ലുവാനും ജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കണ്ടു. അതായിരുന്നു കഴിഞ്ഞ നിമിഷം ഞാൻ വെള്ളിയാഴ്ച പ്രസംഗിച്ചത്. ഹല്ലേലൂയ. അതിന് കാരണം അവർ വചനം അനുസരിച്ചു, വചനത്തിൽ നിലനിന്നു, വചനം അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തുടങ്ങി, വചനത്തിൽ അവർ എഴുന്നേൽക്കുവാൻ തുടങ്ങി, വചനം അവരുടെ ജീവിതത്തെ സ്വതന്ത്രമാക്കി. അതായത് വചനം അയച്ചു വിടുവിക്കുന്ന ദൈവം വചനത്തിന്റെ വാതിൽ തുറന്നാൽ ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. ഇവിടെ പറയുകയാണ്, ഒരു അഗ്നി നദിയുണ്ട്, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുകയാണ്. അത് സിംഹാസനത്തിന്റെ ഒരു അഗ്നി നദിയായി ഒഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. അടുത്ത് ഇത് ശുശ്രൂഷകന്മാർ. അടുത്ത് 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. അന്ത്യകാലത്ത് തീ കൊണ്ട് ശോധന ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? അക്ഷരാർത്ഥത്തിന്റെ സംഭവമുണ്ട്. പക്ഷെ അതിനു മുമ്പായി ദൈവമക്കളെ അവൻ ശുദ്ധീകരിച്ച് തീയാക്കി മാറ്റി. അഭിഷേകം അഗ്നിയെ വഹിക്കുന്ന മുത്തുകളാക്കി മാറ്റി. ആത്മാവിന്റെ ശക്തി വന്നാൽ ചില പ്രശ്നങ്ങൾക്ക് ഇന്ന് പകൽ പരിഹാരം ഉണ്ടാവും. ആത്മശക്തി ചില വ്യക്തികളെ തൊടും, കുടുംബത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റും. ഇന്നായിരിക്കുന്ന മേഖലയിൽ ചില പരാജയങ്ങൾ ഇന്നലകൾ കണ്ടു കാണും. ഇതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുള്ള സ്ഥിതിഗതികളെ മാറ്റുന്നത് എനിക്ക് ആത്മാവിൽ വ്യക്തമായി കാണാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില പുതുവഴികളെ ചില മുമ്പിൽ തുറക്കുവാൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന വഴികൾക്ക് തടസ്സമായി നമുക്ക് ദൈവം ചില പദ്ധതി ഒരുക്കുവാൻ പോകുമ്പോൾ നമുക്ക് പോലും മനസ്സിലാകാത്ത പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് നമ്മെ താഴ്ത്തി നീ ഒരിക്കലും തല പോലും പൊക്കരുതെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ആക്കുവാൻ നോക്കുമ്പോ അവിടെയാണ് വീരനായ ദൈവത്തിന് മുമ്പിൽ പിറുപിറുപ്പ് കൂടാതെ
അപ്പാ എന്ന് വിളിച്ച് നമ്മെ ഒന്ന് തിരിഞ്ഞു നോക്കി പൗലോസ് പറഞ്ഞത് നമ്മെ ഒന്ന് പരിശോധിക്കണം. ആ സമയം എന്തിനാ പരിശോധിക്കേണ്ടത്? ശോധനകൾ ഏറി വരികയില്ലേ, പ്രശ്നങ്ങൾ വർദ്ധിക്കുകയില്ലേ, കഷ്ടപ്പാടുകൾ കൂടുകയില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താ ബൈബിൾ പറയുന്നത്? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയുളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഏതൊരു കഷ്ടത്തിലും സന്തോഷിക്കുന്നു. കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുമെന്ന് കാരണത്തിൽ അങ്ങനെ പറഞ്ഞോട്ടെ. വളരെ ചുരുക്കം പേരെ കാണത്തുള്ളൂ അല്ലെ? കഷ്ടത വന്നതിന് നന്ദിയെന്ന് ആരും പറയാറില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ കഷ്ടത വന്നതാണ് ഇവിടെ എത്താൻ കാരണം. സംഗീതം ദാവീദ് പറയുന്ന കഷ്ടത വന്നതിന് ഗുണമായി എനിക്ക് നിന്റെ ചട്ടങ്ങളൊന്ന് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ചില കഷ്ടതകളിലാണ് ഞാൻ ദൈവത്തിന് വിട്ടുപോയോ എന്ന് പരിശോധിക്കുന്നത്. ചില കഷ്ടത വരുമ്പോഴും പ്രാർത്ഥി മറുപടി കാണത്തില്ല. അപ്പോഴാണ് ചിലർ പരിശോധിക്കുന്നത്, ജീവിതത്തെ ഒന്ന് ശോധന കഴിക്കുന്നത്. അതിനാണ് ദാവീദ് 31 പറഞ്ഞു, നീ എന്നെ ശോധനയിൽ തള്ളിയിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, യഹോവയെ നീ മുഴുവൻ അറിയാതെ. അതുകൊണ്ടാണ് സങ്കീർത്തനം 37:4 പറഞ്ഞത്, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് 24 അങ്ങനെ കാണാൻ കഴിയും. ദൈവമൈതലേ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ചില വഴികൾ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ കാണുന്നത് ഈ ലോകത്തിന്റെ വാതിലുകളാണ്. പക്ഷേ അത് കാണുവാനല്ല ഈ കണ്ണ് തുറക്കുന്നത്. ഈ കണ്ണ് തുറക്കുന്നത് ആത്മലോകം തുറക്കപ്പെടുന്ന ഈ കാണണം. ഞാൻ കഴിഞ്ഞ വിഷയം പറഞ്ഞു, അതിന് മുകളിൽ വിധാനമുണ്ട്. ആ വിധാനത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയും ഒന്നുമില്ലാതാക്കുവാൻ അവന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകൊന്നായി പ്രശ്നങ്ങൾ പൊങ്ങിക്കൊണ്ടിരിക്കും. അവിടെ ആത്മതലത്തിൽ 1, 2 തലത്തിൽ കയറുന്നത് ഒരു പ്രശ്നമല്ല. നരിയാനോളം വെള്ളത്തിൽ, മുട്ടോളം വെള്ളത്തിൽ കയറുന്ന പ്രശ്നമല്ല. അരയോളം വെള്ളത്തിൽ കയറുവാൻ ആരെങ്കിലും കാലെടുക്കാൻ ആഗ്രഹിച്ചാൽ അവനെ വലിച്ചു ദൂരെ എറിയുവാൻ നോക്കും. ശ്രദ്ധിക്കണം. 4ാമത്തെ തലത്തിലേക്ക് കയറി നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോ വലിച്ചു താഴെയിട്ടവനെ ന്യായം വിധിക്കുന്ന ആത്മലോകത്തിൽ അവൻ കയറി കഴിയും. 3ാമത്തെ തലത്തിൽ എന്തുകൊണ്ട് അവൻ അനുവദിക്കുന്നെന്ന് ചോദിച്ചാൽ, ഇവൻ 3ാമത്തെ തലത്തിൽ കാൽ വെച്ചാൽ ഇതിനാണ് കർത്താവ് പറയുക, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ഹല്ലേലൂയ. അതിനാണ് സ്വർഗ്ഗത്തിൽ വിളിച്ചു ചോദിച്ചിട്ട് വരാ മഹാ കഷ്ടത്തിൽ വന്നവർ, കുഞ്ഞാൻ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ, അതുകൊണ്ട് അവനോട് കൂടെ ഇരുന്ന് രാപ്പകലവനെ ആരാധിക്കും. ദൈവമേ, ഇതാണ് ഒരു ഭക്തന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു ഭക്തന്റെ പ്രത്യാശ, ഒരു ഭക്തന്റെ പ്രത്യാശ. ഈ പ്രത്യാശയിലേക്ക് കയറാൻ വരണം. അവൻ നന്നാവൊന്ന് പയച്ചു നോക്കും. യേശു ഉപവസിച്ചപ്പോൾ അവൻ പരീക്ഷയോട് മാറിയതേ ഉള്ളൂ. പക്ഷെ ഉപവാസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് പോലെ ചിലർ പറയുന്നത്, ചില ഉപവാസം കഴിഞ്ഞപ്പോഴാണ്, പക്ഷെ ഇനി ഉപവസിക്കുന്നില്ല. എന്തോ എനിക്ക് പറയത്തില്ല, ആത്മാവ് പറയുക, നീ ഉപവസിക്കില്ല. ഇത്രയും പ്രശ്നമായിരുന്നു. ഉപവാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീണ്ടും പ്രശ്നം കൂടിയത്. നിന്നെ നീക്കാത്തൊക്കെ ശോധന ചെയ്യുകയാണ്, എന്നത് ശുദ്ധീകരിക്കുകയാണ്. മനസ്സിലാക്കുന്നത് ആദ്യം രോഗസൗഖ്യവും സമാധാനവും ആശ്വാസത്തിന് ഇത് കിട്ടുമ്പോൾ ആളുകളിലേക്ക് പോകും, ഇതാണ് വലുതെന്ന് വരാൻ പോകുന്നതേയുള്ളൂ. നമ്മുടെ അനുഗ്രഹം ഇതൊക്കെ എല്ലാം പ്രോത്സാഹന സമ്മാനങ്ങളാണെന്നേ. സമ്മാനം വരാനുള്ളതാ പറയുന്നത്. നദിക്കക്കരയും ജീവവൃക്ഷങ്ങൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ മാത്രമല്ല, വെളിപ്പാടിന്റെ വരാം. വെളിപ്പാടി കൊണ്ടത്തെ അവസാനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സെഖര്യാ പ്രവാചകന്റെ വാക്ക് നോക്കാം നമുക്ക്. സെഖര്യാ പ്രവചനം 16-ാം അധ്യായം അതിൽ 8-ാം വാക്യം വായിച്ചേ. ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു, പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറ് കടലിലേക്ക് ഒഴുകും. എവിടെ നിന്ന് പുറപ്പെടും?
ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെടും. ഹലോ ഹലോ, ഇതിന്റെ പുതിയ യേശു ഒരിക്കൽ പ്രാർത്ഥിക്കുകയാണ്, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് നദി ഒഴുകും. യേശു ഒരിക്കൽ യാക്കോബിന്റെ ഓർമ്മയിൽ പോയി ഒരു സഹോദരിയെ കാണാൻ ശിഷ്യന്മാർ ആഹാരം വാങ്ങാൻ പോയിരുന്നു പറയുന്നു. അവരോട് പറയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് അടുത്തത് പറയുന്നത് ദാഹിക്കുകയില്ല, ഈ വെള്ളം കുടിക്കുന്നത് ദാഹിക്കുകയില്ല. ഞാൻ പറയുന്നില്ല, ഇനിയുണ്ടൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ദാഹിക്കുകയില്ല, വിശക്കുകയില്ല അല്ലേ? എന്താ വിശപ്പില്ലാതെ? ഇതിനാണ് യേശു പറഞ്ഞത്, എന്നെ ഭക്ഷിക്കുന്നത് എന്നോരം ജീവിക്കും. എന്താ ഇങ്ങനെ യേശു ഭക്ഷിക്കാൻ കഴിയും? ഇത് കേട്ടപ്പോ ശിശുമാർ ഓടിപ്പോയി. യേശു പറഞ്ഞത്, എന്നെ ഭക്ഷിക്കുന്നത് എന്റെ വായിൽ വരുന്ന വെള്ളം പിതാവിന്റെ വാർത്തയാണ്, വചനമാണ്. ആ വചനത്തെ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ എന്നെ ഭക്ഷിക്കുന്നതായി തീരും. അതിനാണ് കർത്താവ് അപ്പത്തെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും ഞാൻ വരുന്നത് വരെ. അത് നിങ്ങൾ സത്യത്തിൽ നിലനിൽക്കുന്നത് തെളിവാ, സത്യത്തെ പ്രസ്താവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ആത്മാവിന്റെ ഉറവകത്ത് വരുമ്പോ അത് ജ്വലിക്കും, തളച്ചു മാറി, അകത്തെ മനുഷ്യർ തളച്ചു മാറി. ആനന്ദ തൈലത്തിന്റെ അഭിഷേകം വെളിപ്പെടും. എവരാ 9. ഇപ്പൊ അതുകൊണ്ട് ഞാൻ ആവശ്യം ശ്രമിക്കുന്നില്ല. ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ഒരു മനുഷ്യന്റെ അകത്തുണ്ടാകും. തുള്ളി ചാടാൻ തുടങ്ങും, പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. ചില പറഞ്ഞു എപ്പോഴും ഇളക്കം. എടാ പിന്നെ ഇളവുന്ന ലോകത്തിലേക്ക് കയറുമ്പോൾ ഇളവാതിരിക്കുമോ? ഇളവാൻ കഴിയാതെ ഞാൻ പിടിച്ചു കെട്ടി യഹോവയെ അന്വേഷിക്കുന്ന സിയോൻ പർവ്വതം ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ പർവ്വതത്തെ യെരൂശലേമിനെ ചുറ്റിയതുപോലെ തന്റെ ചുറ്റിക്കൊള്ളുന്ന കർത്താവ് ചില ആനക്ക് കൂട് വിളിക്കും. കൂടുകളെ കൂടെ കൂടിയിളക്കി പറക്കുവാനായി എന്നെ ശീലിപ്പിച്ചു. ചിറകുകളതിന്റെ നശിച്ചിടാതെ പരമപിതാം തുതിമാറാം അവനു ജീവനെ നൽകിയവൻ. പരമപിതാവിനു തുതിമാറാം അവനു ജീവനെ നൽകിയവൻ. ജീവനെ നൽകിയവൻ, ജീവതന്നെ ഒഴുകുകയാണ്. ഇത് കേട്ടപ്പോ ആ സോറി ഭയങ്കര ഇഷ്ടമാണ്. യജമാനനെ, ഞാൻ ഇവിടത്തോളം വരാതിരിക്കാൻ ഇതിന് നല്ല ചാൻസാണ്. ഇനി എന്ത് ചെയ്യണ്ട, വെള്ളം പോരാൻ പോകണ്ടല്ലോ, ഇത് എനിക്ക് തരണം. അവൾ പറഞ്ഞു, ശരി ഞാൻ വെള്ളം തരാം, പക്ഷെ നീ പോയി ആരെ വെച്ചോണ്ടാണ്? അവൾ ഉടനെ പറഞ്ഞു, അയ്യോ അങ്ങനെ സംഭവം എനിക്കില്ല. കർത്താവ് പറഞ്ഞ അതില്ല, പക്ഷെ ഇപ്പോഴുള്ള ആൾ 5ാമത്തെ ആളാ കണ്ട. ഇതാണ് ആത്മലോകത്തിലേക്ക് കയറുക എന്ന് പറയുന്നത്. മുമ്പിൽ വരുന്ന വ്യക്തിയുടെ ജീവിതം എന്ത് സംഭവിച്ചു, എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ കഴിയും. ഇതിനാണ് ഈ ആത്മനദി. സഖരിയാവ് എന്ത് പറഞ്ഞു അതിനെ കുറിച്ച്? 14:8 അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും അത് ഉഷ്ണകാലത്തും. ഹലോ, ഇന്നത് വടക്കും കിഴക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പടിഞ്ഞാറൊക്കെ. എന്താ ഉണർവ് വ്യാപരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് പ്രവാചകൻ. നോക്കണമേ, ഇത് 2026 നദികൾ ഒഴുകുന്നത്, ജനം കൂട്ടം കൂട്ടമായി ദൈവത്തിന് വേണ്ടി പിടിക്കപ്പെടുന്നത് കാണാൻ പോവാം. തമ്പുരാൻ ലാസ്റ്റ് വന്നാതിരുന്നല്ലേ? മറക്കരുത് ഈ വാക്യം. 2026 ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഒരിക്കലും വായിച്ചു തീർന്നൊന്നും മനസ്സിലായില്ല.
അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി പടിഞ്ഞാറേ കടലിലേക്ക് ഒഴുകും. ആദ്യം വീട്ടിനകത്ത് ഒഴുകി നിറയും. ആദ്യം ഞാൻ നീ എന്ന വ്യക്തിത്വത്തിലേക്ക് നിറയും. പിന്നെ വീട്ടിനകത്താവും. അത് അവിടെ നിന്ന് ഒഴുകും. വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും ഒഴുകണം. ഇതിനെയാണ് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം അവിടെ 4 കാര്യം പങ്കെടുക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങൾ നടക്കുന്ന 4 ഭാഗത്തായിട്ട് ഈ ആത്മപ്രവാഹം നിങ്ങളിൽ നിന്ന് ഒഴുകണം. നിങ്ങൾ പറയും, ദൈവമേ ഞാൻ വസിക്കുന്ന ദേശം, അയ്യോ കർത്താവേ പറയാൻ കൂടി പറ്റത്തില്ല, പിന്നെ ഞാൻ കഷ്ടിച്ചു മുന്നോട്ട് വന്നതേ ഉള്ളൂ. വെളിപ്പാട് അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും യേശുള്ള വിശ്വാസം നിഷേധിക്കാത്ത ദൈവജനത്തിന് വേണ്ടി ദൈവം തുറക്കുന്ന ഉറവകളായി നിങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി പോകാം. യോഹന്നാൻ 7-ാം അധ്യായം 37 മുതൽ 37, 38, 39 വരെ വായിച്ചു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുവാനുള്ള ആത്മാവിനെ കുറിച്ചാണെന്ന് പറഞ്ഞത്. യേശു അന്ന് യേശു ക്രൂശിൽ മരിച്ച് പുറത്തു വന്ന് തേജസ്കരിച്ച് എടുക്കപ്പെട്ടില്ല. എടുക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഉറവയാണ് ഇവിടെ കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഉൽപ്പത്തിയെ പ്രവചിച്ചു വെച്ചു. ഹല്ലേലൂയ. സെക്കറിയാവ് പ്രവചിച്ചു വെച്ചു. യെശയ്യാവ് പ്രവചിച്ചു. യെശയ്യാവ് എന്താ പറഞ്ഞത്? ഒരു വീതിയുള്ള തോട് പോലെ, നദി പോലെ ഒരു പ്രവാഹമായി ഒഴുകണം. പ്രിയ ദൈവമേ, യെഹെസ്കേൽ എന്ന് പറഞ്ഞു, ഇത് ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കും. ചലിക്കുന്ന പ്രാണികൾ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടങ്ങി പോകാം. യെഹെസ്കേൽ 47-ന്റെ 12 വായിച്ചു. യെഹെസ്കേൽ 47:12 മുതൽ നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാണ്ടക ഫലമുള്ള സകല വൃക്ഷങ്ങളും ഉണ്ട്. ആത്മാവിന്റെ ഫലം പുതിയ വന്നപ്പോൾ ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ഉണ്ട്. അടുത്തത്, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിന്റെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്ന സ്തോത്രം വാർത്ത ഫലമുളവാക്കുമ്പോ നിന്റെ കരം തളർന്നവനെ എഴുന്നേൽപ്പിക്കുന്ന രോഗശാന്തിയുടെ ഇലയായി മാറുകയാണ്. അപ്പൊ അധരം കൊടുത്ത് നീ വിശ്വാസം പറഞ്ഞവനെ ഉറപ്പിക്കും. നിന്റെ കരമങ്ങോട്ട് വെച്ച് അവരെ സൗഖ്യമാക്കിയായിരിക്കും. ഇതല്ലേ അപ്പോസ്തലന്മാർ സുന്ദരൻ ദേവാലയത്തിൽ പോയപ്പോ അവിടെ ചെയ്തത്? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കൊന്നുണ്ട്, പിടിക്കണം. കരം കൊടുത്തു, നടക്കണം, നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലൻ 14 പോയി 10 എത്തുമ്പോൾ ലുസ്ത്രയിലുള്ളവൻ പ്രസംഗിക്കുകയാണ്, വാർത്ത കൊടുക്കുകയാണ് വിശ്വാസത്തിന്റെ. കണ്ടോ, ആദരത്തിൽ പോയ വചനം അവന്റെ ഉള്ളിൽ വിശ്വാസമായി ഭവിച്ചു. ഇവിടെ കൈ പോലും കൊടുക്കുന്നില്ല, പറയാണ് എനിക്ക് നടക്കും. അവനെനിക്ക് നടന്നു. ഇതാണ് യേശു തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം സംഭവിച്ചത്. ഇന്നും സംഭവിക്കേണ്ടത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് നമുക്ക് സംഭവിക്കാത്തത്? അതാണ് ഓരോ ശോധനകളും പരീക്ഷകളും കഷ്ടപ്പാടുകളും നമ്മൾ വിശ്വാസത്തിൽ സ്റ്റെപ്പായി ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ഓരോ കൊച്ചു കഷ്ടവും ശോധന വരുമ്പോൾ എന്തിന് കർത്താവ് എനിക്ക് തന്നെന്ന് പറഞ്ഞ് പുറകോട്ട് പോകും. അവിടെയാണ് നമ്മുടെ പരാജയം. അവിടെയാണ് ഞാൻ പരാജയം. അതുകൊണ്ടാണ് മറ്റാരും പ്രസംഗിക്കാത്ത പദങ്ങൾ ഞാൻ ചേർത്ത് പറയുന്നത്. ഞാൻ
അടികൊണ്ട് പഠിച്ചതാണ്. കേട്ടിട്ടുള്ളത് കരമരത്തിൽ നല്ലൊരു ഒരു കുത്തിപ്പേരുണ്ട്. ആട്ടിക്കൊണ്ട് പഠിച്ചതാ. കാരണം ആരും സ്തോത്രം ഹല്ലേലൂയ ആത്മീയ മർമ്മങ്ങളെ ആ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ചിരുന്നില്ല. ഞാൻ വിശ്വാസത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടത്തിൽ സൗഖ്യമാക്കുന്നത്, വിടുവിക്കുന്നത്, ഭൂതശാന്തിയുമുണ്ട്. അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് പഠിപ്പിക്കുക പിശാച് പറയുന്ന സമയം വരെ കാത്തിരിക്കും. അങ്ങനെയുള്ള ഭൂതശാന്തികളാണ്, രോഗശാന്തികളാണ്. രാത്രിയും പകലും വേണ്ടി കൊട്ടി കൈ ഓടിച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഒട്ടിയ വയറുമായിട്ട്. അതല്ല പുതിയ കൊട്ടിലെ ശുശ്രൂഷ. പുതിയ കൊട്ടിൽ അവൻ ആ വാക്കുകൊണ്ട് കൽപ്പിച്ചു, അതങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. അതാ സംഭവിക്കേണ്ടത്. ഇനി ഈ ശരീരത്തിൽ കടക്കത്തില്ല. ഇനി ഈ ദേശത്ത് വരരുത്, അത് വരരുത്. അത് അതിനുവരെ അനുഭവിക്കണം. ആത്മാവിന്റെ തീകമാക്കണം. അത് സംഭവിക്കണം. ഇനി തൊട്ടുപോകരുത്. ഹലോ, നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്ന ഈ മർമ്മം? ഈ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണോ? മനസ്സിലാകാത്തവർക്ക് കരവരത്ത് കഴിവ് പറഞ്ഞാട്ടെ. അല്ല, വലിയ കൂടെ പ്രസംഗിക്കാനുണ്ട്. ഇപ്പൊ പ്രസംഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് നിർത്തികളെ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോവാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1, 2, 3 വാക്യം. പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലനദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു. മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. കഴിഞ്ഞ മാസത്തെ പ്രാർത്ഥനയും ആരാധനയും പോലെ ഈ മാസം ഞാൻ ചിലപ്പോൾ തിരിച്ചാ പറയുന്നത്. കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം ശ്രേഷ്ഠമായിരുന്നു. പുതിയ ഫലം കൊടുക്കണം. ഇവിടെ പറഞ്ഞ മാസം തോറും പുതിയ ഫലങ്ങൾ. നമ്മുടെ നദിക്ക് അക്കരെ ഇക്കരെ ജീവവൃക്ഷ ഫലങ്ങളിൽ കണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ പറയുക മാസം തോറും പുതിയത്. കഴിഞ്ഞ മാസം സൗഖ്യമായി, ഈ മാസം കൊണ്ട് നടക്കണ്ടേ? കഴിഞ്ഞ മാസം ഞാൻ ദൂത് പറഞ്ഞോ, നീ പോയി പറയുന്നവരൊക്കെ താത്താവനായി പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചുകൊണ്ടുന്ന ഒരാളാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അത് മുള്ളിന്റെ പരിപാടിയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയും. ബ്രദറെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ അറിയിച്ചിട്ടുണ്ട്, പാസ് കൂടി പ്രാർത്ഥിക്കണം. ശരിയല്ല? അങ്ങനെ പറയണേ. മല്ലേ? അങ്ങനെ വിളിച്ചില്ല? ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറയും ഓക്കെ. കാരണം എന്താണ്? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, പറയണം, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ യേശു യോഹന്നാൻ 17 പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നിങ്ങൾ പോയി അത് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവാണ് ഒരുക്കം. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊന്നും പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എഴുന്നേൽക്കട്ടെ, ദൈവസഭ എഴുന്നേൽക്കട്ടെ, ദൈവം എഴുന്നേൽക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എഴുന്നേറ്റ് ആത്മാവിലും എഴുന്നേറ്റ് കാണണം. നിങ്ങൾ ബലം പ്രാപിച്ച് കാണണം. ദൈവരാജ്യത്തിന്റെ തൂണുകളായി നിങ്ങൾ നിൽക്കണം. സഭയുടെ തൂണുകളായി നിങ്ങൾ മാറണം. ദേശത്തിന്റെ കാവൽക്കാരായി നിങ്ങൾ മാറണം. കഴിഞ്ഞ നിമിഷം 15 പേരെക്കാരെ വെച്ച് പ്രാർത്ഥിച്ച് സെലിറ്റ് 2 പ്രാവശ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനുവരി മാസം അവർക്കുള്ള ദൗത്യം 15 ദേശം പിടിക്കപ്പെടുവാൻ ഇവരെ അയക്കാൻ പോവുകയാണ്. ചിലവേക്ക് വെറുതെ ഇതൊക്കെ വെറുതെ അല്ലേ? ഹല്ലേലൂയ. 2026 നിറവേറുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ ദേശത്തിന്റെ കാവൽക്കാരായി, ഇടയിലേക്ക് പ്രാർത്ഥിക്കുന്നവരായി, മണിക്കൂറുകൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പോയി പ്രസംഗിക്കാനല്ല. നിങ്ങളായി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ജോലിയുണ്ട്. അവിടെ ജോലിയുണ്ടെങ്കിൽ അവർക്ക് പോയി പ്രാർത്ഥിച്ചത് അവരെ സൗഖ്യമാക്കേണ്ട ജോലി നിങ്ങളാണ്. ഞാൻ വരേണ്ട കാര്യമില്ല അവിടെ. ഹല്ലേലൂയ. നിങ്ങൾ സൗഖ്യമാക്കിയത് കൊണ്ടുവരുമ്പോൾ പിന്നെ അവരെ അടുത്ത പ്രദേശമുള്ള സ്ഥാനപ്രദം ഞാൻ പഠിക്കും. മനസ്സിലായി? സ്വന്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടപ്പോഴേ ഇവിടെ ഇപ്പോഴേ ആകെപ്പൊടി പ്രശ്നമാണ്. ഞാൻ നിങ്ങളെ കൂടി ഞങ്ങോട്ട് വേണ്ടിയില്ല കുഴപ്പത്തിലാക്കാൻ വേണ്ടി വരാണ്ടിരുന്ന ഏറ്റവും നല്ലതല്ലേ? തീപിടിപ്പിക്കും. കഴിഞ്ഞ നിമിഷം കണ്ടില്ലേ? ചില ആളുകളൊക്കെ അനങ്ങരുത്, പരിശുദ്ധാത്മാവും അനങ്ങരുത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എനിക്ക് ചില സമയം സങ്കടം വരും. ഞാൻ അവരുടെ എന്തിനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്?
കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഒരൊറ്റ വിളിയാണ്. തമ്പുരാനെ പറ്റ വേറെ എവിടെയറിയാമോ? കാണാം ഒരു കരഞ്ഞ ഒരു തീക്കരം, അതിലൊറ്റ അടിയാണ്. ആളാകുന്നില്ല. ഞാൻ പറയും, എന്തിനാണ് മുട്ടി വിഴുന്നഴിച്ച് ആരാധിക്കുന്നത്? അങ്ങനെ എപ്പോഴും മുട്ടി വിഴുത്തി നിങ്ങൾ കളിയുണ്ട്. പക്ഷെ തമ്പുരാൻ വെച്ചിട്ട് പ്രാപിക്കാതെ പോകരുത്. അവൻ കൊണ്ടുവരുമ്പോൾ തിരിയരുത്. നീ റെഡി എന്നത് പറ, തമ്പുരാനെ ഞാൻ ഓക്കെ നിറച്ചാണ്. നിന്റെ ജീവിതത്തിൽ നീ മസിൽ പിടിച്ച് എത്ര കാലം പോകും? അല്ലെങ്കിൽ വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം. ഇവിടെ കുളത്തിൽ 2 കുളത്തുകളുണ്ട്. അതിൽ തൂക്കിയിട്ട് പിടിക്കാൻ എത്ര കമ്പികൾ കൊണ്ടുവരണം. അപ്പൊ അതിൽ പിടിച്ചു പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കറിയാം തമ്പുരാൻ ചിലത് ചെയ്യുന്നത്. എനിക്കറിയാം തമ്പുരാൻ ചിലത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എപ്പോഴൊക്കെ ചെറിയ വേദനയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നാട്ടിൽ ഞാൻ ഒരിക്കലും പുറകിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയും, നിന്റെ ഉദ്ദേശമുണ്ട്. യഹോവനെ കരയിക്കേണ്ട, യഹോവയുടെ പൈതലിനെ, അവന്റെ തന്റെ മക്കളെ കരയിക്കേണ്ട കാര്യമുണ്ട്, അവരെ നിരാശപ്പെടുന്ന കാര്യമുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാണ്. ഞാൻ കേൾക്കുവാൻ ഒരുക്കമാണ്. ഞാൻ കാവെടുക്കും, കുറയ്ക്കും. ഞാൻ എന്റെ യാത്ര ഞാൻ ഒഴിവാക്കും. ഞാൻ ശുശ്രൂഷ പ്രസംഗിക്കാൻ പോകത്തില്ല. ഞാൻ മാക്സിമം വീട്ടിൽ എന്തിനറിയാമോ? എനിക്ക് ചിലതുള്ളതുകൊണ്ട്. ഞാൻ ഓണമായിരുന്നെങ്കിൽ എന്നെ സൗഖ്യമാക്കുമായിരുന്നു. മനസ്സിലായില്ല? എന്തൊക്കെ വാക്യമുള്ളപ്പോ ചില പരീക്ഷകൾ അകത്ത് നിങ്ങളെ ആക്കിയിരിക്കുന്നു. ഇതിലൊക്കെ നല്ല പരീക്ഷ വരുമ്പോ എന്നെ പോലും നിങ്ങൾ എടുക്കലേക്ക് നിങ്ങൾ പറയും, അയ്യോ ഈ പാസ് 4 വേദനാണെന്ന് ഓടി വന്ന് പ്രാർത്ഥിക്കാത്ത മനുഷ്യനാ. നോ. ഞാൻ ചോദിക്കും, കർത്താവ് ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ? വേണ്ട മക്കളെ, എനിക്കത് പണിയാനുണ്ട്. അതാ ആ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് ചിലവരെ ആഗ്രഹിപ്പിക്കാറുണ്ട്. ഞാൻ അവരെ പുറത്തെടുത്ത് കൊണ്ടുപോകട്ടെ. ഞാൻ വന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ സൗഖ്യമാവും. നിങ്ങൾക്ക് ഈ റൂട്ട് മനസ്സിലാകത്തില്ല. അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഈ റൂട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ കുറവ് കണ്ടുപിടിക്കണം ആദ്യം. നല്ല ശോധന വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തിരിഞ്ഞു നോക്കണം. നിങ്ങളിൽ ദൈവത്തിന് പ്രസാദമില്ലാത്തതെന്തെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു വാക്കെങ്കിലും ഒരു ചിന്തയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അപ്പ എന്ന് വിളിച്ചു നടത്തിയെന്നാ മതി. അപ്പ ആത്മാവ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവനോട് സംസാരിച്ചു. കേൾക്കാൻ ഞാൻ എന്റെ കാതുകൾ ആ സാക്ഷ്യം കേൾക്കുവാൻ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഉപവാസത്തിൽ ഒരിക്കലും നടക്കാത്ത സംഭവം നടന്നു. ശാപങ്ങൾ അങ്ങോട്ട് പൊട്ടിയപ്പോ ശാപം പൊട്ടിച്ചത് 2 ദിവസം ശേഷം പരിപാടികളായിരുന്നു. പൊട്ടിച്ചു പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതാണ്, മുടങ്ങിക്കിടന്ന പണങ്ങളുടെ വഴികൾ വാതിൽ തുറന്നു. 5-6 പേര് ഹാനുവന്നോട് പറഞ്ഞു, സാമ്പത്തികം ലഭിച്ചു. മുടങ്ങിക്കിടന്ന് കിട്ടി. എത്രയോ വർഷം ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്തിട്ട് ഒരു നല്ല വിശ്വസ്തനായ ഒരാളായിരുന്നു മെർലിന്റെ ഫാദർ. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് കൊടുത്തില്ല. അവർ കേസിൽ പല വർഷം കുടുങ്ങി. ഞാൻ പറഞ്ഞു, പണം വരും. പണം വന്നു. അത് ഓപ്പണാക്കി ആവാസം കഴിയുമ്പോ ചെറുത് 50,000 1 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ എത്ര പേര് പറഞ്ഞു? 5-6 പേര്. അപ്പൊ ഞാൻ ചോദിച്ചു, തമ്മിൽ അപ്പൊ എനിക്കൊന്നും നീ പെട്ടെന്ന് ആലോചിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്റെ അക്കൗണ്ടിൽ 10,000 രൂപ വന്നു. 5,000 രൂപ മോക്ക് കൊടുത്തു, 5,000 രൂപ ഞാൻ എന്നോട്. അപ്പൊ ആ മെസ്സേജ് എന്നോട് കേൾപ്പിച്ചു. ഇങ്ങനെയാണ് പറഞ്ഞവരെ അയച്ചത്. ഇതിന് ഞാൻ പറയും, നമുക്കുള്ളത് നമുക്കെന്ന് പറഞ്ഞതേ. മനസ്സിലാവുന്നുണ്ടോ? ചുമ്മാ പ്രസംഗിക്കല്ല. അതിനെ ഞാൻ പറഞ്ഞു, ഞായറാഴ്ച മാവിടത്തെ പള്ളി പോയി. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയതാ. പ്രാർത്ഥിച്ചോ? ഈ പാത്രം വിട്. ഓരോ പ്രാവശ്യവും ദൈവസം വരുമ്പോ നീ അടുത്തൊരാഴ്ച കാലം അല്ലെങ്കിൽ ആ മാസകാലം അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് കെട്ടിയിട്ട് എല്ലാ കെട്ടുകളായി തകർത്തെറിഞ്ഞിട്ട് പുറത്തു വരുന്ന ആരാധനയായി നീ മാറിയാൽ
ഞാൻ പറയും, നിന്നെ തൊടാൻ ഒന്നിനും കഴിയത്തില്ല, നിന്റെ നന്മയെ തടഞ്ഞു വയ്ക്കാൻ ഒന്നിനും കഴിയത്തില്ല. അതിനാ പറഞ്ഞത്, ഇത് ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്ന കൈയായി ഇരയായി മാറണം നിന്റെ ജീവിതം. അത് മാറിയേ പറ്റത്തുള്ളൂ. ആ ആത്മനദിയാ ഒഴുകുന്നത്. ചുമ്മാ അവൻ ആത്മനദിയെ കുറിച്ച് പറയല്ലേ. കുഞ്ഞേ, ഇത് നിന്റെ അകത്ത് കയറിയാൽ, നിന്റെ ജീവിതത്തിൽ ഒഴുകിയാൽ, നിന്റെ കുടുംബത്തിൽ ഒഴുകിയാൽ, അതിനകത്ത് എല്ലാ ശാപക്കെട്ടുകളും പൊട്ടിപ്പോകും. രോഗങ്ങൾ, രോഗബന്ധനങ്ങൾ അഴിയും. അടഞ്ഞുകിടക്കുന്ന വഴികൾ, വാതിലുകൾ തുറക്കപ്പെടും. അസാധ്യങ്ങൾ സാധ്യമാകും. നീ ഉന്നതന്മാരൊപ്പം ഇരിക്കും. 2026 ചില ഉന്നതന്മാരൊപ്പം ഇരിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. 2026 ചില ഉന്നതന്മാരൊപ്പം ഇരിക്കാൻ പോവുകയാണ്. ചില യാത്രകൾ ചിലർക്കുണ്ടാകും. ചിലരെ കർത്താവ് കരം പിടിച്ച് ഉയർത്തും. ചില നന്മകൾ കർത്താവ് കരങ്ങളിൽ തരും. ചില വാതിലുകൾ തുറക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിന്റെ ജീവിതം നീ ഇന്ന് നോക്കിയിട്ട് പരാജയമായി പോയി, അയ്യോ കഷ്ടമായി പോയി. ഇല്ല, നിനക്ക് വേണ്ടി ഒരു ഉണർവിന്റെ നദി ഒഴുകുന്നുണ്ടോ. അത് 4 ശാഖകളായി പിരിഞ്ഞത് പോലെ നീ എവിടെ ഭൂമിയുടെ കോവിൽ ഇരുന്നാലും നീ ഇരിക്കുന്ന ഇടത്ത് ഒഴുകിയെത്തുമാത്മാവ്. ഓ ഹല്ലേലൂയ. ആത്മാവിന്റെ നദി, അഭിഷേകാഗ്നിയുടെ നദി നിന്റെ ജീവിതത്തെ മൂടി മറയ്ക്കും. ഓ ഹല്ലേലൂയ. മൂടി മറയ്ക്കും. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ. വെളിപ്പാട് 22-ന്റെ 1, 2, 3 ഒരിക്കൽ കൂടെ പോകാം. വീതിയുടെ നടുവിൽ പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയെ കാണിച്ചു. അടുത്തത് നദിക്കിക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. മാസം തോറും ഫലം കായ്ക്കുന്ന ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. മാസം തോറും എടുത്തു പറയത്തക്ക ചില അത്ഭുത സാക്ഷ്യങ്ങൾ ഉളവാക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, ചില ജീവിത അനുഭവങ്ങൾ ചില കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിലൊക്കെ വരാൻ പോവുകയാണ്. ചില കരങ്ങൾ പുറകോട്ട് വലിച്ചാലും കർത്താവ് വിടത്തില്ല. ഈ ചില പറയുന്നില്ല, നീ ഓടിപ്പോയാൽ പോലും നിന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ ചില മൂലാമാലകളെ കർത്താവ് ഉടച്ചെറിഞ്ഞിട്ട് ചിലരെ അനുഗ്രഹത്തിന്റെ മാരിയെ ഉറവയെ വെക്കുവാൻ പോവുകയാണ്. തമാശക്കഥ പറയാൻ കുഞ്ഞെ, സ്വർഗം എന്നോട് പറഞ്ഞ ദൂതനെ കൈമാറുന്നേ. സ്വർഗ